വാർത്തയിലേക്ക്. മലമ്പുഴ ഉദ്യാനത്തിൽ ഒരുക്കിയിരിക്കുന്ന പൂക്കാലം 2025 പുഷ്പമേളയുടെ രണ്ടാം പതിപ്പിന് തുടക്കമായി. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ജലസേചന വകുപ്പും സംയുക്തമായാണ് മേള സംഘടിപ്പിക്കുന്നത്. പല നിറങ്ങളിലും ഷെയ്ഡുകളിലും വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ വിസ്മയ ലോകമാണ് പുഷ്പമേള കാണികളുടെ മുമ്പിൽ തീർത്തിരിക്കുന്നത്. വിവിധ രുചി വൈവിധ്യം അറിയുന്നതിന് 19 ഫുഡ് സ്റ്റോളുകളും ഉദ്യാനത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. വിവിധ കലാപരിപാടികളും ആസ്വദിക്കാം. മലമ്പുഴ ഉദ്യാനത്തിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും MLA ഫണ്ടിൽ നിന്നും 4 കോടി രൂപ ഉദ്യാനത്തിന്റെ ഇലക്ട്രിഫിക്കേഷൻ ജോലികൾക്കായി മാറ്റിവെച്ചിട്ടുണ്ടെന്നും ഇത് എത്രയും വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും പ്രഭാകരൻ MLA ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം യോഗം ചേരുകയും നേരത്തെ ഉദ്യാന നവീകരണത്തിനായി അനുവദിച്ചിട്ടുള്ള 10 കോടി രൂപയുടെ കാലാവധി കഴിഞ്ഞെങ്കിലും അത് പുനരുദ്ധരിച്ച വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കാൻ ബന്ധപ്പെട്ട അധികാരികളെ ചുമതലപ്പെടുത്തുകയും ചെയ്തതായി MLA വ്യക്തമാക്കി. ആ പഴയ പ്രതാപം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നത്തിൽ കേരള സർക്കാർ, പ്രത്യേകിച്ച് ടൂറിസം വകുപ്പ് ഒരു വല്ലാത്ത ഒരു ശ്രമം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 10 കോടി ഉറുപ്പിക പണ്ട് VS ഉള്ള കാലത്ത് ഇതിൻ്റെ നവീകരണത്തിന് വേണ്ടി അനുവദിച്ചിട്ടുള്ള സംഖ്യ, അതിൻ്റെ കാലാവധി പൂർത്തിയായെങ്കിലും അത് പുനരുദ്ധരിക്കാൻ ആവശ്യമായ പ്രവർത്തനത്തിന് വേണ്ടി ഒരു DPR തയ്യാറാക്കാൻ ബന്ധപ്പെട്ട അധികാരികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിൽ 1,35,00,000 ഉറുപ്പിക ചെലവ് ചെയ്തുകൊണ്ടുള്ള ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ടോയ്ലറ്റ് പണിയുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടും ആ യോഗത്തിൽ തീരുമാനിച്ചു. ഒരു 4 കോടി ഉറുപ്പിക നമ്മുടെ ഇല്യൂമിനേഷന് വേണ്ടി, ഇലക്ട്രിഫിക്കേഷന് വേണ്ടി പ്രത്യേകം നീക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോൾ ഏകദേശം അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടും മറ്റുള്ളതൊക്കെ ശരിയായി കൊണ്ടുവരികയാണ്. മിക്കവാറും അടുത്ത ഫ്ലവർ ഷോ ആകുമ്പോഴേക്കും തീർച്ചയായും ഈ മലമ്പുഴ ഉദ്യാനം പൂക്കളെ കൊണ്ട് നിറയുന്നതിന് മുമ്പ് ലൈറ്റുകളെ കൊണ്ട് നിറയുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിൽ 1.35 കോടി രൂപ ചെലവിൽ ശുചിമുറി സമുച്ചയം നിർമ്മിക്കാനും യോഗത്തിൽ തീരുമാനമായതായി MLA അറിയിച്ചു. ഉദ്യാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വിരമിക്കുമ്പോൾ ആവശ്യമായ സഹായം നൽകുന്നതിനും പദ്ധതി ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാഞ്ചന സുദേവൻ, ബ്ലോക്ക് അംഗം തോമസ് വാഴപ്പള്ളിൽ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ S. സജീദ്, വിനോദസഞ്ചാര വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ S. അനിൽകുമാർ, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ സിൽബർട്ട് ജോസ്, ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MP അബ്ദുൾ മുനീർ, മലമ്പുഴ ഉദ്യാനം ക്യൂറേറ്റർ പത്മജ പ്രഭാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന പുഷ്പമേള ജനുവരി 22-ന് സമാപിക്കും. രാവിലെ 9 മുതൽ രാത്രി 8 വരെയാണ് പ്രവേശനം. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് പ്രവേശന ഫീസ്. നാടൻ, ഹൈബ്രിഡ് ചെടികളാണ് പ്രധാനമായും മേളയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. വിൻക സാൽവിയ, സീനിയ, ഡയാന്തസ് പെറ്റൂണിയ, ഗസാനിയ കോളിയാസ്, ക്രിസാന്തം, ഹെലിക്കോണിയ തുടങ്ങിയ നിരവധി ചെടികളാണ് പൂവിടർത്തി നിൽക്കുന്നത്. പുഷ്പോത്സവത്തിൽ വിദേശികളും സ്വദേശികളുമായ വൈവിധ്യമാർന്ന പൂക്കൾ കാണുക മാത്രമല്ല, അവ വാങ്ങാനും സാധിക്കും. വിവിധ ചെടികളുടെ വിത്തുകളും ജൈവവളങ്ങളും സന്ദർശകർക്ക് വാങ്ങാവുന്നതാണ്. ഫലവൃക്ഷങ്ങളുടെ തൈകളും സ്റ്റാളുകളിൽ ലഭിക്കും. ഒക്ടോബർ മുതൽ പുഷ്പമേളയ്ക്കായി ചെടികൾ ഭംഗിയായി ഒരുക്കുന്ന ജോലികൾ ആരംഭിച്ചിരുന്നു. 379 ജോലിക്കാരാണ് ഇവിടെ സ്ഥിരമായുള്ളത്. ഒരേ സമയം 106 പേരാണ് ഉദ്യാനത്തിൽ ജോലിക്കായി ഉണ്ടാകുക. 100-ലധികം പേരെ പുഷ്പമേളയ്ക്കായി അധികമായി നിയോഗിച്ചിട്ടുണ്ട്. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് ജീവനക്കാർ നിർമ്മിച്ച മൃഗങ്ങളുടെയും പക്ഷികളുടെയും മാതൃകകൾ മേളയുടെ പ്രധാന ആകർഷണമാണ്. ഫോട്ടോ എടുക്കുന്നതിനായി വിവിധയിടങ്ങളിൽ സെൽഫി പോയിന്റുകളും സന്ദർശകരെ കാത്തിരിക്കുന്നു. വിവിധ രുചിവൈവിധ്യം അറിയുന്നതിന് 19 ഫുഡ് സ്റ്റാളുകളാണ് ഉദ്യാനത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. പൊങ്ങു ജ്യൂസ് മുതൽ വിവിധ തരം ഐസ്ക്രീമുകളും പാലക്കാടിന്റെ നാടൻ വിഭവങ്ങളും സ്റ്റാളുകളുടെ പ്രത്യേകതയാണ്. പുഷ്പമേളയുടെ ഭാഗമായി ആദ്യ ദിനത്തിൽ പാലക്കാട് മിന്ത്യ ക്രിയേഷൻസ് അവതരിപ്പിച്ച മ്യൂസിക്കൽ എന്റർടൈൻമെന്റ് ഷോ നടന്നു. ജനുവരി 22 വരെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. UTV ന്യൂസ്, പാലക്കാട്.